ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേണേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. കോപ്പറേറ്റീവ് ബാങ്ക് എക്സാം വൺ ടൈം രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ചെയ്യുക എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ആദ്യം ഗൂഗിളിൽ cseb.kerala.government.in എന്ന സൈറ്റിൽ കയറുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് ഓപ്പണായി കിട്ടുക. ഇതിൽ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. വൺ ടൈം രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി വൺ ടൈം രജിസ്ട്രേഷനിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഫോം ഫില്ല് ചെയ്യാൻ പോകുന്നതെങ്കിൽ രജിസ്റ്റർ വിത്ത് ഒന്നെങ്കിൽ ആധാർ നമ്പർ അല്ലെങ്കിൽ അതർ ID. നമുക്ക് ആധാർ നമ്പർ വെച്ച് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആധാർ നമ്പറിലുള്ള നെയിമും ആധാർ നമ്പറും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പേരും ആധാർ നമ്പറും കൊടുത്തതിന് ശേഷം പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഇമെയിൽ ID, മൊബൈൽ നമ്പർ, പാസ്വേഡ് ഇതെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളൊരു പുതിയ പാസ്വേഡാണ് ക്രിയേറ്റ് ചെയ്ത് നൽകേണ്ടത്. പാസ്വേഡ് ഒന്നും കൂടി കൺഫേം ചെയ്തതിന് ശേഷം രജിസ്റ്റർ എന്ന ഈ ബ്ലൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പേരും ആധാർ നമ്പറും ഇമെയിൽ ID, പാസ്വേഡ്, മൊബൈൽ നമ്പർ ഇതെല്ലാം കൊടുത്ത് രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം വെൽക്കം ടു വൺ ടൈം രജിസ്ട്രേഷൻ എന്നൊരു പുതിയ പേജ്, ഇതുപോലുള്ളൊരു പുതിയ പേജ് ഓപ്പണായി വരും. ഇതിൽ നിങ്ങൾ എന്തൊക്കെ സ്റ്റെപ്പാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, മൈ പ്രൊഫൈൽ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് താങ്കളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുക. രണ്ടാമത്, പ്രൊഫൈലിൽ താങ്കളുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുക. അതിൽ ഫോട്ടോയുടെയും സിഗ്നേച്ചറിൻ്റെയും സൈസ് എത്രയാണ് എന്നത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. മൂന്നാമതായി, പ്രൊഫൈലിൽ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വിവരങ്ങൾ രേഖപ്പെടുത്തുക. നാലാമതായി, പ്രൊഫൈലിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് വിവരങ്ങൾ രേഖപ്പെടുത്തുക. എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രം മതി ആ വിവരം അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അടുത്തത്, പ്രൊഫൈലിൽ താങ്കളുടെ ജനറൽ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക. ഇനി താങ്കൾ രേഖപ്പെടുത്തിയ വിവരങ്ങൾ മൈ പ്രൊഫൈൽ എന്ന ലിങ്കിലുള്ള പ്രൊഫൈൽ പ്രിവ്യൂ മെനുവിൽ കാണാൻ സാധിക്കും. എന്തെങ്കിലും വിവരങ്ങൾ തിരുത്തൽ ആവശ്യമെങ്കിൽ മൈ പ്രൊഫൈലിലുള്ള പ്രൊഫൈൽ എൻട്രി എന്ന മെനുവിൽ ചെന്ന് തിരുത്തുക. പ്രൊഫൈൽ പൂർത്തീകരിച്ച ശേഷം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കാണാനും നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള തസ്തികയിലേക്ക് അപേക്ഷിക്കുവാനും കഴിയും. നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഹോം എന്നും മൈ പ്രൊഫൈൽ എന്നും എഴുതിയിരിക്കുന്നത് കാണാം. ഇതിൽ മൈ പ്രൊഫൈൽ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ പ്രൊഫൈൽ എൻട്രി, പ്രൊഫൈൽ പ്രിവ്യൂ എന്നതിൽ കാണാം. ഇതിൽ പ്രൊഫൈൽ എൻട്രി എന്നതിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈൽ എൻട്രി എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ നമ്മൾ നമ്മുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തതുകൊണ്ട് അത് ആദ്യമേ വരും. നെയിം ഓഫ് ദി കാൻഡിഡേറ്റ്, പൂർണ്ണമായ പേര് നമുക്ക് ഇവിടെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പേര് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ ഒന്നെങ്കിൽ മലയാളം കീബോർഡ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റിൽ നിങ്ങളുടെ പേര് അടിച്ചതിന് ശേഷം അത് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇനി അടുത്തത് ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത് ഇൻ വേർഡ്സ്, നെയിം ഓഫ് ദി ഫാദർ ഓർ മദർ ഓർ ഗാർഡിയൻ, റിലേഷൻഷിപ്പ് വിത്ത് ഗാർഡിയൻ, മൊബൈൽ നമ്പർ ഓഫ് ഗാർഡിയൻ, ആധാർ നമ്പർ, കാറ്റഗറി, റിലീജിയൻ, കാസ്റ്റ്, വെദർ എക്സ് സർവീസ്മാൻ, വെദർ ഡിഫറെൻ്റ്ലി ഏബിൾഡ്. ഇനി കോണ്ടാക്ട് ഡീറ്റെയിൽസ്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്, സിറ്റിസൺഷിപ്പ്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, നിങ്ങളുടെ പെർമനൻ്റ് അഡ്രസ്, ഇനി കറസ്പോണ്ടൻ്റ് അഡ്രസ്, കോണ്ടാക്ട് നമ്പർ വിത്ത് STD കോഡ്, ഓൾട്ടർനേറ്റ് മൊബൈൽ നമ്പർ, ഇത്രയും കൊടുത്തതിന് ശേഷം ഇവിടെ സബ്മിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് ആണോ ഒന്നുകൂടി ചെക്ക് ചെയ്യുക. അതിനുശേഷം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയും ചെയ്തതിന് ശേഷം ഇനി അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ എന്ന് കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുക.
ഇതിൽ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോയുടെ സൈസ് എന്ന് പറയുന്നത് മാക്സിമം സൈസ് 30 KB ഡയമെൻഷൻ 150x200 സിഗ്നേച്ചർ അതേപോലെ 30 KB ഡയമെൻഷൻ 150x100 ഈ സൈസിലുള്ള ഇമേജ് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട്. ഫോട്ടോ ഈ പറഞ്ഞ സൈസിലേക്ക് ആക്കുന്നതിന് വേണ്ടി നമുക്ക് ഗൂഗിളിൽ ഇമേജ് റീസൈസർ എന്ന ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് ഇമേജ് റീസൈസർ ഇങ്ങനെ ഓപ്പണായി വരും. ഇതിൽ സെലക്ട് ഇമേജ് എന്നതിൽ നമ്മുടെ ഇമേജ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇമേജിൻ്റെ ഡയമെൻഷൻ എത്രയാണ് പറഞ്ഞത് വെച്ചാൽ വിഡ്ത്തും ഹൈറ്റും അതിൽ കൊടുക്കുക. « 150:100 പറഞ്ഞത്. ആ റേഷ്യോ കൊടുത്തതിന് ശേഷം 30 KB എന്ന് സെലക്ട് ചെയ്യുക. JPG ഫോർമാറ്റിലാണ് ഇമേജ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ റീസൈസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഈ പറഞ്ഞ സൈസിലുള്ള ഇമേജ് നമുക്കിവിടെ ലഭിക്കും. ഇമേജ് ലഭിച്ചതിന് ശേഷം ഇമേജ് ഡൗൺലോഡ് എന്ന ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നതാണ്. ഇമേജ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. ഇതുപോലെ തന്നെ സിഗ്നേച്ചറും പറഞ്ഞ സൈസിലേക്ക് മാറ്റിയതിന് ശേഷം ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുക. ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആഡ് ചെയ്യാം. അതിനായി മുകളിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ആഡ് ന്യൂ ക്വാളിഫിക്കേഷൻ എന്നതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം എൻ്റർ ചെയ്യാൻ. ഒരു തവണ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് മാറ്റി ചെയ്യാൻ സാധിക്കുന്നതല്ല. അതിനാൽ ആഡ് ന്യൂ ക്വാളിഫിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഫസ്റ്റ് നമ്മുടെ ക്വാളിഫിക്കേഷൻ ലെവൽ എന്നതിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. 10th ആണെങ്കിൽ 10th, 12th ആണെങ്കിൽ 12th, ഡിപ്ലോമ ആണെങ്കിൽ ഡിപ്ലോമ, അങ്ങനെ ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി, ഏതാണ് എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തത് കോഴ്സ് ടൈപ്പാണ്. കോഴ്സ് ടൈപ്പ് ഏതാണ്, റെഗുലർ ആണോ പാർട്ട് ടൈം ആണോ ചെയ്തത് എങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഇഷ്യൂയിങ് അതോറിറ്റി ഏതാണ് എന്ന് സെലക്ട് ചെയ്യുക. പാസ് ഔട്ടായ ഇയർ സെലക്ട് ചെയ്യുക. ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ആ ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്ജക്റ്റ് എന്താണ് പഠിച്ചതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഇത്രയും എൻറ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് PDF ഫോർമാറ്റിൽ, അതും സൈസ് അതിൻ്റെത് <1 MB സൈസിലുള്ള ഫയൽ നിങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് എന്ന് കൊടുക്കേണ്ടതാണ്. ഇത്രയും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ഇതേപോലെ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസിൽ ആഡ് ന്യൂ എക്സ്പീരിയൻസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്തത് ജനറൽ സർട്ടിഫിക്കറ്റ് ആണ്. ജനറൽ സർട്ടിഫിക്കറ്റിന് നിങ്ങളുടെ ഏജ് തെളിയിക്കുന്ന, നിങ്ങളുടെ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് SLC മതിയാവും. SLCയുടെ PDF ഫയൽ നിങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം അപ്ലോഡായി കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ 3 വരയിൽ ക്ലിക്ക് ചെയ്ത് പ്രൊഫൈൽ പ്രിവ്യൂ എടുത്ത ശേഷം നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെയ്യാൻ വേണ്ടി. എല്ലാവരും കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. നിങ്ങൾക്ക് ഫോൺ വഴി ചെയ്യാൻ പറ്റുമെങ്കിൽ ഫോൺ വഴി ചെയ്യാം. ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് കഫേ പോയി ചെയ്യാവുന്നതാണ്.
താങ്ക് യു.